അടച്ചുപൂട്ടുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ പിണറായി സർക്കാർ സർക്കാർ സ്കൂളുകൾ പോലും അടച്ചുപൂട്ടാതെ സ്കൂളുകളെ സംരക്ഷിക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ സ്കൂളുകളെ നവീകരിക്കുകയും ഡിജിറ്റൽ ക്ലാസ് റൂമുകളടക്കം സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ സമ്പൂർണമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൃത്യമായി കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നതിൽ ഒരു വിജയമായി മാറി കൃത്യമായി എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകങ്ങൾ എത്തുകയും അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫൈനൽ എക്സാം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ മനോഹരമായ ഒരു കാലഘട്ടത്തെയാണ് നമുക്ക് വേണ്ടത്. അതേ സമയത്ത് പാഠപുസ്തകങ്ങൾ കൊടുക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെയാണ് വേണ്ടത്. പിന്നീട് വരുന്ന എല്ലാ മേഖലയിലും ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ, നമുക്കറിയാം സരിതാ കേസടക്കം നിരവധി ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും നിറഞ്ഞിരുന്ന ഒരു UDF സർക്കാർ ഈ മന്ത്രിസഭയിൽ കഴിഞ്ഞ 12 വർഷക്കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ മന്ത്രിസഭയെ കുറിച്ച് ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിജയം. കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ യാതൊരു തെളിവുകളായ പറഞ്ഞുകൊണ്ട് എടുത്ത് പുറത്തോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോടതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാവായ മാത്യു കുഴൽനാടൻ നിരവധി വ്യാജ ആരോപണങ്ങളുമായി കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ ചെന്നപ്പോ ഇതിനൊന്നും യാതൊരു തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെളിയിലേക്കെറിയുകയും മേലാൽ കോടതിയെ ബുദ്ധിമുട്ടിക്കാൻ ഇത്തരം വ്യാജ ആരോപണങ്ങളുമായി കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ വ്യവസായ മേഖല, വ്യവസായ സംസ്ഥാനമായി കേരളം മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. വ്യവസായങ്ങൾ ഏറ്റവും നമുക്കറിയാം ഈ തൊട്ടടുത്ത് കിടക്കുന്ന KML എന്ന് പറയുന്ന സ്ഥാപനം അതൊരു വല്ലാത്തൊരു മാജിക്കാണ്. UDF ഭരണത്തിൽ വരുമ്പോൾ KML വലിയ നഷ്ടത്തിലും പ്രതിസന്ധിയിലും ഏതാണ്ട് കൂടുതൽ അവസ്ഥയിലെത്തുകയാണ്. എന്നാൽ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തന ഫലമായി വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറി എന്നുള്ളതാണ്. എപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് നഷ്ടത്തിലേക്ക് തരുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 600ഓളം വരുന്ന DCW തൊഴിലാളികൾ വർഷങ്ങളായി അവരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി അവര് പല രാഷ്ട്രീയ മുന്നണികളെയും സമീപിച്ചെങ്കിലും ഈ ഇടതുപക്ഷ സർക്കാരാണ് അവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടുന്ന സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്, നയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഗവൺമെന്റ് സെക്ടറിലെ തൊഴിലാളികളുടെ സ്ഥിരം തൊഴിലാളികളുടെ 60 വയസ്സാക്കിക്കൊണ്ട് അവർക്ക് 60 വയസ്സെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്നതിലേക്ക് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സമീപ ഭാവിയിലെ മതവികാരങ്ങളെ വിട്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ശബരിമലയെ വിഷയം ഉയർത്തിക്കൊണ്ട് അവിടെ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോറ്റി എന്ന് പറയുന്ന ഒരു താന്ത്രികസ്കായി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പരസ്പരം 4 മുഖ്യമന്ത്രിമാരാണ് മുഖ്യമന്ത്രിയാവാൻ മുഖ്യമന്ത്രി കൊണ്ടുവരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വത്തിലോ അതോ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദം നമുക്കറിയാം. പ്രളയങ്ങളിലും മഹാമാരികളിലും നിങ്ങളോടൊപ്പം നിന്ന ഒരു സർക്കാർ വയനാട് ദുരന്തമുണ്ടായപ്പോ അതിന്റെ പേരിൽ കാശടിച്ച് കൂട്ടടിച്ച യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാരും അവിടെ കുറെ വസ്തു മേടിച്ചിട്ടല്ലാതെ ഒരു കല്ലെടുത്ത് വെക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനമായ DYFI ഇവിടെ നിരവധി കേരളത്തിലാകമാനം പിരിവെടുക്കാതെ അവർ സ്വയമായി ജോലി ചെയ്ത് ബിരിയാണി ചലഞ്ച് അതുപോലെ ആദ്യം ഏതെല്ലാം മേഖലകളിൽ ജോലി ചെയ്യുമോ ആ മേഖലകളിലെല്ലാം ജോലി ചെയ്തുകൊണ്ട് അവരെ 20 കോടിയോളം രൂപ ഈ ഗവൺമെന്റിനെ ഏൽപ്പിച്ച് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി. അതേപോലെ കേരള സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ഈ വയനാട് ദുരന്തമുണ്ടായപ്പോ യാതൊരു സഹായവും ഉണ്ടായില്ല. ഇത് മുഴുവൻ കേരള സർക്കാർ നടത്തുകൊണ്ട് അവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുകയും അതിനു വേണ്ടുന്ന ടൗൺഷിപ്പ് തന്നെ അവർ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ UDF സംവിധാനം ചെയ്തതെന്താ? നാട് നീളെ പിരിച്ച് ആ കാശിന്റെ കണക്ക് പോലും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താതെ മഹാവ്യാധികൾ കടന്നു പിടിച്ചപ്പോ ഒരു കുടുംബം പോലും കിടക്കരുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും കിറ്റുകളടക്കം കൊടുത്തുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചൊരു സർക്കാർ. ഈ ചവറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് സമയവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ കിട്ടുന്നവരെയാണ് നമുക്ക് നേരിട്ട്
ഒരു രാഷ്ട്രീയക്കാരനെ ഏൽപ്പിക്കാതെ നേരിട്ട് സമീപിക്കാൻ കഴിയുന്നവരെ ഏത് പാതിരാത്രി വിളിച്ചാലും കിട്ടുന്നവരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് ആരെയും സാറേ എന്ന് വിളിക്കേണ്ട, നിങ്ങൾക്ക് ആരെയും ബഹുമാനത്തോടു കൂടി സാറേ എന്ന് മാത്രം വിളിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയെ വേണോ, അതോ ജനകീയനായ ഡോക്ടർ ബ്രോ എന്ന പേരിൽ ചോറ വിളിക്കുന്ന ചവറയുടെ MLA, സ്വന്തം MLA, ചവറക്കാരനായ MLA വേണോ? അദ്ദേഹം കൊല്ലത്താണ് താമസിക്കുന്നത്. ചവറക്കാരനായ ചവറയുടെ സ്വന്തം MLA, തലക്കലങ്ങളില്ലാത്ത സൗന്ദര്യമനോഭാവത്തോടു കൂടി അല്ലാതെ അവരോട് സംസാരിക്കാത്ത, കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന്റെ പെരുമഴക്കാലം തീർത്ത സുജിത് വിജയൻപിള്ളയെ വേണോ? അതുപോലെ ജനകീയനായ MLA ആണോ നിങ്ങൾക്ക് ആവശ്യം? ഈ ഇടതുമുന്നണിയുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ വിജയം ശിശുമരണ നിരക്കിൽ ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായ അമേരിക്കയെ പോലും കൊള്ളുന്ന ആ മുന്നേറ്റമാണ് നമ്മൾ കേരളം നടത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ ഏത് സർവേ നടത്തിയാലും ക്രമസമാധാനം കേരളമാണ് ഒന്നാമത്, ആരോഗ്യരംഗം കേരളമാണ് ഒന്നാമത്, ബിസിനസ് രംഗം കേരളമാണ് ഒന്നാമത്. ഈ ഇത്രയും സംസ്ഥാനങ്ങളുള്ള 28ഓളം സംസ്ഥാനങ്ങളും 3-4 യൂണിയൻ ടെറിട്ടറികളും അടക്കമുള്ള ഈ മഹാരാജ്യത്ത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും കേരളമാണ് ഒന്നാമത് എന്ന് നാം മറന്നുപോകുന്നത്. അത് ആരുടെ കാലത്താണ്? പിണറായിയുടെ കാലത്താണ്. ഇത്രയും മനോഹരമായ ഒരു ഭരണം നയിച്ച സർക്കാരിനാണോ വേണ്ടത്? ഒന്നും ചെയ്യാതെ ഇവിടെ ഈ ചെയ്തതെല്ലാം നുണകളാണെന്ന് പ്രചരിപ്പിക്കുന്ന കള്ളന്മാരെയാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതേപോലെ ജനകീയനായ ഡോക്ടർ സുജിത് വിജയൻപിള്ളയ്ക്ക്, നമ്മുടെ സ്വന്തം ഡോക്ടർ ബ്രോയ്ക്ക്, നമ്മുടെ നാടിനെ, നാട്ടുകാരെ അറിയുന്ന, നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഇന്നലകളിലെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നമ്മളോടൊപ്പമുണ്ടായിരുന്ന, നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മളിൽ ഒരുവനായ നമ്മുടെ സാരഥി സഖാവ് ഡോക്ടർ സുജിത് വിജയൻപിള്ള, നമ്മുടെ സ്വന്തം ഡോക്ടർ ബ്രോയെ നമ്മുടെ ടെലിഫോൺ ചിഹ്നത്തിൽ ഈ വരാൻ പോകുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഡോക്ടർ ബ്രോയുടെ ചിഹ്നമായ ടെലിഫോൺ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെറുക്കുന്ന